ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഇവിടെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന അജ്രക് മോഡൽ വരുന്ന ഇതേപോലത്തെ ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. എല്ലാം ഡാർക്ക് കളേഴ്സാണ് വന്നിരിക്കുന്നത്. മെറൂണ്, കോഫി ബ്രൗണ്, നേവി ബ്ലൂ, റെഡ് അങ്ങനെയാണ് വരുന്നത്. ഇത് 3 മീറ്റർ മെറ്റീരിയലായിരിക്കും. കുർത്തി തയ്ക്കാൻ നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇതുപോലത്തെ തന്നെ 4 ടൈപ്പ് കളേഴ്സും കൂടെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യണം. എങ്കിൽ മാത്രമേ കാറ്റലോഗ് കിട്ടത്തുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അതിൻ്റെ തൊട്ട് താഴെ നീല കളറിൽ കാണുന്ന ലിങ്കിൽ തൊട്ടാൽ മതി നിങ്ങൾക്ക് കാറ്റലോഗ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 3 മീറ്ററിലാണ് വരുന്നതെന്ന് പറഞ്ഞു. നല്ല കോട്ടൺ ആണ്. പിന്നെ നൈറ്റിയെക്കാട്ടിലും എനിക്കിഷ്ടം ഇത് ടോപ്പൊക്കെ തയ്ക്കാനാണ് കേട്ടോ. നമുക്ക് ബോട്ടും, അതായത് ടോപ്പും ബോട്ടും ഒറ്റ കളറിൽ തന്നെ തയ്ക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാനൊരു മെറൂൺ കളർ വെച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ, നല്ല സുഖമാണ് ഇടാനായിട്ടും. അതുപോലെ തന്നെ നല്ല മെറ്റീരിയലുമാണ്. അപ്പോൾ ഇത് 3 മീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലെങ്ത്തിൽ നമുക്ക് തയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഈ 4 കളറാണ്. ഇനി 3 എണ്ണം കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ മിനിമം 2 പീസ് മുതലാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്. ഹോൾസെയിൽ പ്രൈസ് കിട്ടുന്നത് 10 പീസ് മുതലാണ്. അടുത്ത് വരുന്നത് ഇതേപോലെ ഫുള്ളായിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ലൈൻസ് ആയിട്ട് വന്നിട്ട് ഇതേപോലെ ചെറിയൊരു ഡിസൈനും അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് എല്ലാം വരുന്നത് കളേഴ്സ് ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് കോഫി ബ്രൗണും, നേവി ബ്ലൂവും, മെറൂണും, റെഡും. ഇതാണ് ഇതിനകത്ത് വരുന്ന കോമൺ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ മുകളിൽ നിന്ന് താഴെ വരെ ഒറ്റ ഡിസൈനായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുർത്തി തയ്ക്കാനും നൈറ്റി തയ്ക്കാനും അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഈ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് 173, റീറ്റെയിൽ പ്രൈസ് വരുന്നത് 183 ആയിരിക്കും. അടുത്ത് വരുന്നത് ഇതേപോലെ ചുങ്കടി ഡിസൈനായിട്ട് വരുന്നതാണ്. അതായത് ഞാൻ നിവർത്തി കാണിച്ചു തരാം. ഇതേപോലെ 6 ആക്ക് മോഡലിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ വെച്ചിട്ട് തയ്ക്കാനായിട്ട് പറ്റുന്ന നല്ല ഒരു തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡിസൈനും ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നും തുറന്ന് കാണിക്കുന്നില്ല. ഓരോന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നോക്കാം. ഇതും കോഫി ബ്രൗണ്, മെറൂണ്, പിന്നെ വരുന്നത് നേവി ബ്ലൂ, പിന്നെ വരുന്നത് റെഡ്. എല്ലാം ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കേട്ടോ. എല്ലാം അടിപൊളി നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ഇതേപോലെ. എന്നാൽ ഒറിജിനൽ ചുങ്ങടിയല്ല, ഇതിനകത്ത് തുണിയിൽ തന്നെ വരുന്നതാണ് കേട്ടോ. ഇത് പൂവൊന്നുമില്ല. നല്ല അടിപൊളി മെറ്റീരിയലാണ്. കളർ പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് വന്നിരിക്കുന്ന ഇതേപോലുള്ളതാണ്. ഇത് നൈറ്റ് തയ്ക്കാനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നേവി ബ്ലൂ വരുന്നുണ്ട്, പിന്നെ റെഡ് വരുന്നുണ്ട്, പിന്നെ ഇത് ഒരു വെറൈറ്റിയാണ്. അതാ ഇതിലിങ്ങനെ ഒരു കോഫി ബ്രൗണിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് മെറൂൺ ആണെന്ന് തോന്നും, പക്ഷേ വൈൻ ഷെയ്ഡും കൂടെ ഒരു മിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ആ കളർ കാണാനായിട്ട്. അപ്പോൾ ദാ ഇത് മെറൂൺ ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ഞാൻ വീഡിയോയിൽ ഇത് കണ്ടോ, ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇതാണ് കറക്റ്റ് മെറൂണായിട്ട് നിൽക്കുന്നത്. മറ്റേതൊരു ചെറിയ വൈനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അത് വീഡിയോയിൽ ഒട്ടും തന്നെ അറിയാനായിട്ട് പറ്റുന്നില്ല. ഇത് നല്ല ഭംഗിയുള്ള 4 കളേഴ്സാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ച അത്രയും മെറ്റീരിയൽസും ഞാൻ ഒരുമിച്ച് വെച്ച് ഓരോന്നായിട്ട് സെറ്റായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 173 ഹോൾസെയിൽ പ്രൈസ്. റീറ്റെയിൽ പ്രൈസ് വരുന്നത് 183. ഇതാണ് ഫസ്റ്റ് വൺ നമുക്ക് ഒരുപോലെ വരുന്നത്. ഇത് സെക്കൻഡ് വൺ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് കേട്ടോ. ടിക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ട് ബില്ല് തരും. അടുത്തത് ഇതാണ്. അപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോ ഇടുക. ചിലർ ആദ്യം കാറ്റലോഗിൽ നിന്ന് കാണിക്കും, പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ എല്ലാ മെറ്റീരിയലും കൂടെ ആകുമ്പോൾ എത്ര എണ്ണമാണ് എടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് അയച്ചു തരിക. അടുത്ത് വരുന്ന ഇതേപോലെ ഒരു ഗോൾഡൻ പ്രിൻ്റാണ്. കണ്ടോ? നെക്ക് കണ്ടോ? നല്ല ഭംഗിയാണ്. നമുക്ക് നെക്കിനൊന്നും വേറെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. ഇത്തിരി വലിപ്പം കൂട്ടിയാണെങ്കിലും നമുക്കിത് തയ്ച്ചെടുക്കാം. ഡിസൈൻ സൈഡിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, പോകത്തില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ മുകളിൽ ഇതുപോലെ വർക്കൊന്നുമില്ല. താഴെ ഇതേപോലെ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ സെയിം വർക്കാണ് താഴെ വന്നിരിക്കുന്നത്. പിന്നെ ഇത് വെച്ചിട്ട് ചിലർ ടോപ്പൊക്കെ തയ്ക്കും. ടോപ്പ് തയ്ക്കുവാണെങ്കിൽ ഇതിങ്ങനെ മുകൾ ഭാഗം നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ഇവിടെ വരെ നമ്മൾ ലെങ്ത് എടുക്കും. അതിനുശേഷം താഴ്ഭാഗത്ത് ഇതേപോലെ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ സ്ലീവിൽ ഇതേപോലെ ഡിസൈൻ വരും. കണ്ടോ? നല്ല ഭംഗിയാണ് അപ്പോൾ കാണാനായിട്ട്.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതെല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി. അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ഞാൻ കൊണ്ടുവന്നത്. ഒരുപാട് പേര് ഷോപ്പിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഗോൾഡൻ വർക്ക് പെട്ടെന്ന് പോകത്തേ ഇല്ല. ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള പ്രിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അടുത്തതിൻ്റെ തന്നെ മെഹന്തി ഷെയ്ഡാണ്. പിന്നെ ഇത് നേവി ബ്ലൂ, പിന്നെ ബോട്ടിൽ ഗ്രീന്, മെറൂൺ ഷെയ്ഡ്, ബ്ലാക്ക് ആദ്യമായിട്ടാണ് ഇതിന് വരുന്നത്. നേരത്തെ നമ്മൾ എടുത്തതിന് ബ്ലാക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയും കളറാണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് വൈൻ ഷെയ്ഡാണ്. നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളറാണ് വരുന്നത്. വൈനുണ്ട്, മെഹന്തി, നേവി ബ്ലൂ, ഗ്രീൻ, മെറൂൺ, ബ്ലാക്ക്. അപ്പോൾ ഇതിൽ ഫുള്ള് വേണ്ടവർ പിക്ചർ അയച്ചിട്ട് ഇത് ഫുള്ള് വേണം എന്ന് തന്നെ പറയണം. ഇതുണ്ടോ അതുണ്ടോ എന്നിങ്ങനെ ചോദിക്കാതെ കറക്റ്റ് പിക്ചർ അയച്ചിട്ട് ഇത്രയും മെറ്റീരിയൽസ് എനിക്ക് വേണം, ടോട്ടൽ പറയും ചേച്ചി എന്ന് പറയാമെങ്കിൽ ഉള്ളതിൻ്റെ ഞാൻ മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ പറയും. ഓക്കെ. അടുത്തത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് തയ്ച്ച് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഇട്ടില്ലായിരുന്നു. കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇത് സെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. നല്ലൊരു ഓപ്ഷനാണ്. കാരണം 3 മീറ്റർ വരുന്ന തുണിയാണ് നമുക്ക് ഇത്രയും കുറഞ്ഞതിന്, അതായത് 129 രൂപയുള്ളൂ ഹോൾസെയിൽ പ്രൈസ്. ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടത്തില്ല തയ്ച്ച് പഠിക്കാൻ. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, നമുക്കിത് വീട്ടിലിടുകയും ചെയ്യാം. പിന്നെ കളർ ഗ്യാരണ്ടി ഞാൻ പറയത്തില്ല ഈ ഒരു മെറ്റീരിയലിന്, കാരണം ഇത് കോട്ടൺ മിക്സാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വില കുറഞ്ഞതും ആയതുകൊണ്ടും ചിലപ്പോൾ കളർ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സെയിൽ ചെയ്യേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നൈറ്റിയും കുർത്തിയും കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ എന്ത് വേണമെങ്കിലും തയ്ച്ച് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനകത്ത് പല കളേഴ്സ് വരുന്നുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഇതിങ്ങനെ ചന്ദന കളറിൽ ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ ആഷിൽ പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രീനിൽ മെറൂൺ വരുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് 129, റീറ്റെയിൽ പ്രൈസ് 139 ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 5 കളേഴ്സാണ് വരുന്നത്. കുറേ പേരൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പ്രാവശ്യം മേടിക്കുന്നതിനകത്ത് കുറച്ച് കളേഴ്സ് പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സെയിലിനായിട്ട് യൂസ് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേര് വാങ്ങിച്ചിട്ട് കളർ പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അബദ്ധം പറ്റി അവർ വാങ്ങുന്നതാണ് കേട്ടോ. ഞാനത് വീഡിയോയിൽ പറയുന്നൊന്നും അവരത് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് അങ്ങനെ പറ്റി വാങ്ങുന്നതാണ്. അടുത്ത് വരുന്നത് ഇതേപോലെ ബാട്ടിക്കിൻ്റെയാണ്. ഇത് 290 ആണ് കേട്ടോ മീറ്റർ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വൈറ്റ്, ഫുൾ വൈറ്റ് പോലല്ല, ഇതിങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അതായത് ഈ റെഡിനകത്ത് ഒരു ചെറിയ യെല്ലോ പോലെയും എല്ലാം പടർന്നിരിക്കുന്ന പോലുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്താണ്. ഡിസൈനും കൊള്ളാം, അതിൻ്റെ ആ ഒരു കളേഴ്സും കൊള്ളാം. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത് പർപ്പിളാണ്. ആദ്യം കാണിച്ചത് മെറൂണ്, പിന്നെ റെഡ്, പർപ്പിള്, ഗ്രീന്, പിന്നെ വരുന്നത് ഇതേപോലെ നേവി ബ്ലൂ, പിന്നെ വരുന്നത് മജന്തയാണ്. സാധാരണ നമ്മൾ എടുക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയിലാണ്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലുമാണ്. കളർ പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ഷെയ്ഡും വൈറ്റും കൂടെയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് 320-ൻ്റെയാണ് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യവും ഡാർക്ക് ഷെയ്ഡ്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒരു ലൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർക്ക് ഡാർക്കാണ് ഇഷ്ടം. അപ്പോൾ ഇനി നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഡാർക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യം എടുത്തത് ബ്രൗൺ ഷെയ്ഡാണ്, പിന്നെ എടുത്തത് ഇതുപോലെ ഒരു ഗ്രീനാണ്, പിന്നെ അടുത്ത് വരുന്നത് ഒരു യെല്ലോ ആണ്. ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു സെറ്റാണിത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഓരോന്നിൻ്റെയും വന്നിരിക്കുന്നത്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇതേപോലെ ഒരു പീച്ച് പോലെ ഉള്ളതിനകത്ത് റെഡ് മിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ആരും കോൾ ചെയ്യരുത്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. ചില സമയത്ത് ഒരുപാട് ഓർഡർ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റത്തില്ല, 1-2 മണിക്കൂർ വൈകും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, എല്ലാവരും എത്ര സമയം എടുത്താലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഒരാളെപ്പോലും ഞാൻ മിസ് ചെയ്യാറില്ല. എല്ലാവർക്കും ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ നോക്കാതിരിക്കുമ്പോൾ ചിലരൊക്കെ ഒത്തിരി എന്നോട് ദേഷ്യപ്പെടും. പക്ഷേ അങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഒരാളുടേത് ആദ്യം ആരയച്ചോ അവർക്കല്ലേ നമുക്ക് നോക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് നോക്കും. അപ്പോൾ ആദ്യം ഉള്ള ആൾക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഉണ്ടോയെന്ന് നോക്കി നമുക്ക് അവരുടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആളിലേക്ക് പോകുന്നത്. ഇല്ലാതെ എല്ലാവരുടെയും അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ മെറ്റീരിയൽസ് എല്ലാം തീർന്നു പോകും. പിന്നെ നമുക്ക് പൈസ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റാതാവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ
അത് അവർക്കും ദേഷ്യം ഉണ്ടാക്കും. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക, എല്ലാവരെയും നോക്കുക, ആരും കോൾ ചെയ്യണ്ട, എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, നമ്മൾ പോസ്റ്റൽ മാത്രമാണ് അയക്കുന്നത്, നമുക്ക് DTDC ഇല്ല. DTDCക്ക് കുറച്ചേറെ കൊടുക്കുവാണെങ്കിൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും പോസ്റ്റലാണ് വേണ്ടത്, എല്ലാവർക്കും സാധനം വീട്ടിലെത്തണമെന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് പാഴ്സൽ കുറവാണ് DTDCക്ക് അയക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ റേറ്റ് നമുക്കും അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ അത് നിങ്ങൾക്കും ഒരു കൂടുതലായിട്ട് തോന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ഒഴിവാക്കിയത്. ഇപ്പോൾ പോസ്റ്റൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്ന് ഓർഡർ എടുക്കും, വൈകിട്ട് പാക്ക് ചെയ്യും, നാളെ അയക്കും. ചിലപ്പം ഒരു ദിവസം കൂടെ വൈകും, എന്നാലും ഒരുപാട് ദിവസം ഞാൻ വൈകാറില്ല. മാക്സിമം 2 ദിവസത്തിനുള്ളിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.